ഓക്കേടാ. തുമ്മനും മക്കളും, തുമ്മനും മക്കളും. എങ്ങനെയുണ്ടാ? നല്ല ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടില്ലേ? നീ ആള് കാണുന്ന പോലെയൊന്നും അല്ല, നല്ല സാഹിത്യകാരൻ തന്നെ. കൊള്ളാം, കലക്കിട്ടുണ്ട്. താങ്ക് യു. ഇതെന്ത് പണ്ടാലോട് എഴുതി വെച്ചേക്കണത്? തെമ്മനും മക്കളുവാ. ദീർഘം എവിടെ? ദീർഘം തൊമ്മന്റെ താ കഴിഞ്ഞ ദീർഘം വേണം. തൊമ്മന് ദീർഘ തോമനെന്താ വായിക്കണ പോത്തെ. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്? അതെ, തെണ്ടിയുടെ തേ അല്ല, തൊണ്ടിയുടെ തോ. തൊമ്മന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഈ സ്മെല്ലിംഗ് ഒക്കെ മതി, ഞങ്ങളുടെ അപ്പനല്ല, ഞങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോളാം. ആരുടെ അപ്പനായാലും എന്താ ദീർഘം വേണ്ട, ദീർഘം വേണം. പിന്നെ ഈ വയസ്സാം കാലത്ത് ഇനി ദീർഘം ഫുൾ ടൈം വെള്ളം അടിച്ചു നടക്കണം. അപ്പനെ ഒന്നും വായിക്കാൻ പോണില്ല. ഇനി നീയായിട്ട് പോയി പറഞ്ഞല്ലേ ഇവിടെ കണ്ടിരുന്നാൽ മതി. പണ്ടാറെടുക്കാനായിട്ടുള്ള പെയിന്റും തീർന്നു. അതിരിക്കട്ടെ, ലോറി അവിടെ അടിച്ചു മാറ്റിയതാണ്. ഒറ്റ കിണ്ണിയം വെച്ചെന്നടാ പന്നി. എന്താണ് ഇത്? അടിച്ചു മാറ്റിയും പൊളിച്ചു മാറ്റിയൊന്നുമല്ല. പിന്നെ വീടും പറമ്പ് എഴുതി കൊടുത്ത് മേടിച്ചാണ്. ദൈവമേ, അപ്പൊ പണി നിർത്തി എന്ന് പറഞ്ഞ നേരാണ്. അല്ലാതെ എടാ, അടിച്ച് തീരുമാനിച്ച കാര്യം ദൈവം തമ്പനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ശരി, ഞങ്ങളത് മാറ്റിയല്ല. ദാറ്റ് ഈസ് ഓൾ. അല്ല, ഈ പഠിച്ച പണി നിർത്തിയിട്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യാൻ പോണു? അതിനല്ലേടാ ഉടുമ്പേ ഞങ്ങൾ ഈ ലോറി വാങ്ങിയത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളെ പഴയ കള്ളന്മാരായിട്ടല്ലേ നാട്ടുകാർ കാണുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോവാൻ പോവാ. നാട്ടിൽ നിന്ന് പോണേനാ? ഇത് വലിയ കൊലച്ചതി ആയി പോയേട്ടാ. ഞങ്ങള് പോയാൽ നിനക്ക് ഷോർട്ടേജല്ലേ? ഈ ലൊക്കാലിറ്റി മുഴുവൻ ഒതുക്കി കിട്ടൂലേ? അതൊക്കെ ശരിയാണ്. മുമ്പ് ഇവിടെ എന്ത് കളവ് നടന്നാലും ആദ്യം പൊക്കണം നിങ്ങളെ. അത് കഴിഞ്ഞാൽ നമ്മക്കൊക്കെ വണ്ടി വരുവുള്ളൂ. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാ ഇടി ഷെയർ ചെയ്യാൻ ആളില്ലെല്ലാന്ന് ഓർക്കുമ്പോഴാണ് കോതമംഗലം കഴിഞ്ഞ് മൂലമറ്റത്തേക്കൊരു വിഷമം. ആ ഇടി കൊള്ളാണ്ടിരിക്കണമെങ്കിലേ ഇനി ഞങ്ങളെ പോലെ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിക്കും. അങ്ങനെ പറയരുത്. ഞാനിപ്പോഴും നന്നായിട്ട് അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നത്. വെളുക്കുന്നത് വരെ ഉറക്കൊഴിച്ച് ജനൽക്കമ്പി വളച്ചിട്ടാ വക്കീലിന്റെ വീട്ടിൽ നിന്ന് വാച്ചും ഈ മാല അടിച്ചെടുത്തത്. അതൊന്നും അധ്വാനമല്ലേ? ഇന്നലെ വരെ അന്നം തന്ന തൊഴിലെ തള്ളി പറയല്ലേ കേട്ടാ. എന്റെ ശിവ, എന്ത് ബുദ്ധിമോശ നിങ്ങളുടെ അപ്പം കാണിച്ചേ. കളവ് നിർത്തിയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലഡു കൊടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇതിപ്പോ വക്കീലിന്റെ വീട്ടിൽ കയറി മാല മോഷിച്ചെന്നും പറഞ്ഞ് അവിടെ ഇട്ട് നല്ല കിഴി കിഴിക്കാണ്. ഈശോ, അയ്യോ അയ്യോ അയ്യോ. സത്യം വേണ്ട, ആ തൊണ്ടി എവിടെ? നിന്റെ മക്കളത് എവിടെയാ വിൽക്കാൻ കൊണ്ടുപോയിരിക്കണത്? ഒന്നേമാനെ, ഞങ്ങളത് എടുത്തിട്ടില്ല. ഞങ്ങള് മോഷണം നിർത്തി. സംശയം ഉണ്ടെങ്കിൽ നാട്ടുകാരോട് ചോദിച്ചു നോക്ക്. ശരിയായിരിക്കും സാറേ, അല്ലെങ്കിൽ ആദ്യത്തെ ഇടി തന്നെ തൊമ്മനെല്ലാം സമ്മതിക്കുന്നല്ലേ. ഇവനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ഇവനോ വക്കീലിന് വീട്ടിൽ വാച്ച് മാല മൂട്ടിച്ചത്? തൊണ്ടി മുതല്. അയ്യോ, നീയൊക്കെ എന്നാടാ പോലീസിന്റെ പണി തുടങ്ങിയത്? പോലീസിന്റെ പണിയൊന്നും തുടങ്ങിയതല്ല സാറേ. സാറ് പഴയ വൈരാഗ്യം വെച്ച് ഞങ്ങളുടെ അപ്പനെ മുഴുവത്താടെ തിന്നു തീർക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള അപ്പനെയും കൂടി ഞങ്ങൾക്ക് പോകണ്ടേ, അതുകൊണ്ട് ചെയ്തു പോയതാ. പോലീസുകാർക്ക് ലഡു കൊണ്ടുവന്ന് വിളമ്പിട്ട് അപ്പന് കിട്ടിയല്ല. നല്ലവനായ ബർത്ത്ഡേ ആഘോഷിക്കാൻ അപ്പന് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? എന്തിനാ സാറേ ഞങ്ങളുടെ പാവ അപ്പനെ എങ്ങനെ തല്ലിച്ചതച്ചത്? ഒന്നുമില്ലെങ്കിലും പ്രായമുള്ള ഒരു മനുഷ്യനില്ലേ? എന്താടാ അപ്പനെ തല്ലിക്കൊണ്ട് ദണ്ണിച്ചോ നിനക്ക്? അപ്പനുള്ളവർക്കൊക്കെ ദണ്ണിക്കും സാറേ. എന്നാ ഒന്നുകൂടെ ദണ്ണിച്ചോ. ഇനി വേണ്ട സാറേ, ഇനി എന്റെ അപ്പനെ തൊട്ട് കളിക്കണ്ട. കൈ തടയുന്നോടാ റാസ്കൽ. അയ്യോ, ലഡു തന്ന കൈക്ക് കൊത്തരുത്. അവിടെ കേട്ടാ അവൻ മുങ്ങുന്നടാ. അയ്യോ, ഞാൻ മുങ്ങിയതല്ല, മൂത്രം ഒഴിക്കാൻ പോയതാണ്. വിളിച്ചിട്ട് തന്നതൊക്കെ തിരിച്ചു കൊടുക്കപ്പാ. തൊമ്മൻചേട്ടാ, എന്നെ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി. അവിടെ കിടക്കണമെന്ന്. മോഷണം നിർത്തിയെങ്കിലും തൊമ്മനും മക്കളും ഇതുവരെ കൈക്കരുത്താർക്കും പണയം വെച്ചിട്ടില്ല. നീ ഇങ്ങനെ മാക്കാൻ തവളെ റൂട്ട് മസിൽ പിടിച്ചാലുണ്ടല്ലോ, പാണ്ടിലോറി കയറ്റി ഞാൻ പരത്തിക്കളയും കേട്ടാ. പോട്ടെ സാറേ. അപ്പൊ സാരിപ്പേടാണോ? ഒരെണ്ണം എന്നാ വേഗം ചെല്ല്. എന്താടാ വണ്ടിക്ക് ഒരു ഓക്കാനം പോലെ? ആ നോക്കട്ടെ. ആ നോക്ക്. ആ
എന്താടാ കേടായി. എന്താ പറ്റിയത്? ആ ഇത് ഏതാടാ സ്ഥലം? ഇതേ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് ഹിന്ദി പണ്ടാരടങ്ങി വെച്ചിരിക്കുന്നു. വല്ല കർണാടക മറ്റേ കർണാടകയിൽ കർണാട്ടിക്കല്ലേ. എന്തായാലും നേരം വെളുക്കട്ടെ. ഇവിടെ അടുത്തെങ്ങനെ വല്ല വർഷാപ്പ് കൊണ്ടുവന്ന് നോക്കാം. ഇന്ന് ഇവിടെ വല്ലോടത്ത് നടുവ് നൂർത്ത മക്കളെ. മക്കളെ, ലക്ഷണം കണ്ടിട്ട് പുലി ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. വെറുതെ പേടിയില്ലാത്തവരെ കൂടി പേടിപ്പിക്കരുതട്ടാ. ഓ പേടിയില്ലാത്തവന്റെ മുണ്ടിപ്പോ നനഞ്ഞു പിന്നെ ഒന്ന് കിടന്നു പറയാം. കച്ചറ വണ്ടിക്ക് പണ്ടാറടങ്കം കണ്ട സ്ഥലം സെക്കൻഡ് വണ്ടി വേണ്ട 100 പ്രാവശ്യം പറഞ്ഞാണ് അപ്പനോട്. പിന്നെ 5 സെന്റ് സ്ഥലവും ഒരു വിലയും കൂടെ വിറ്റാ പുത്തൻ വണ്ടി കിട്ടണമെങ്കിലേ ടാറ്റ കമ്പനി നിന്റെ കിടക്കണ അപ്പന്റെ ഇരിക്കണം. പൊണ്ടാർ കിടക്കാനായിട്ട് വിശന്നിട്ട് അണ്ടം കത്തണം. അപ്പന് വിശക്കുണ്ടാ? ഞാനോർത്ത് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. ഏയ്, അപ്പന് വിശക്കത്തില്ലല്ല. അപ്പന്റെ ആമാശം പട്ടി കൊണ്ടുപോയിരിക്കുകയാണല്ലേ. പുലി കാണാടാ മോനെ. അവിടെ ഒരു ലൈറ്റ് കണ്ടറാ, വല്ലതും കിട്ടുമെന്ന് നോക്കിയാലോ. നീ അവിടെ എങ്ങനെ കിടന്ന് ഉറങ്ങണപ്പാ? ഞാനിപ്പോ വരടപ്പോ നോക്കട്ടെ. അവൻ നോക്കിട്ട് വരട്ടാ. മകനെ, പുലിയെ കേട്ടാ ഇങ്ങോട്ട് പോര് കേട്ടാ. അപ്പാ അപ്പോയി തൊമ്മ. എന്താടാ പട്ടി? ഇപ്പൊ മനസ്സിനൊരു തണുപ്പുണ്ടല്ലേ? മകരമാസമല്ലേ, കാണും. അതല്ലപ്പാ, വേലയെടുത്ത് തിന്നാൻ തീരുമാനിച്ചപ്പോ മുതല് മനസ്സിനൊരു കുളിര്. ഇനി തൊമ്മനും മക്കൾക്കും തലചായ്ക്കാൻ ഒരു പുൽക്കൂടും കൂടി പണിയണം. പുൽക്കൂട്ടി പെറ്റുകിടക്കാൻ നിന്റെയൊക്കെ ഭാര്യമാരും. തൊമ്മന് പീഡാനുഭവത്തിന്റെ നാളുകള് ഒടുക്ക കുരിശു മരണു. ഈ അപ്പൻ അല്ലേലും അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറഞ്ഞ ഉടനെ കുടഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ട് വരും. നീ പറഞ്ഞു വരുന്ന റൂട്ടൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദേ, ഒരു കാര്യം പറഞ്ഞേക്കാം. നിങ്ങളില്ലാണ്ട് അപ്പനെ കള്ളു പിടിച്ചേരാൻ വേറെ ആരുമില്ലേ. പെണ്ണുങ്ങളുടെ വാക്കിട്ട് അപ്പനെ പുറംകാലിനടിക്കല്ലേ. ഒരു പെണ്ണ് വേണമെന്ന് നല്ല പ്രായത്തിൽ തോന്നിട്ടില്ല. പിന്നെയല്ലേ മൂക്കി പല്ല് വന്നപ്പോ. തോന്നിയിട്ടില്ലെങ്കിൽ നല്ല കാര്യം. എന്തായാലും എന്റെ മരണം വരെ എന്റെ ഇടത്തും പലത്തും നിങ്ങൾ വേണം മക്കളെ. അപ്പന്റെ മുട്ടന്മാരാണ് നിങ്ങൾ. പുലിയാണാടാ. പുലി കുരക്കും. കുറച്ച് ചോറ് കിട്ടിയുള്ളൂ. നമുക്ക് 3 പേർ കൂടിയാണ് കഴിക്കാം. എത്ര പറഞ്ഞാലും കട്ട് കഴിവറി കൊണ്ട് വരും. നീ നന്നാകലെ ആരോടെങ്കിലും പെറ്റു വെച്ചിട്ടുണ്ടാ? എന്താടാ ഇത്? എന്റെ അപ്പ ഇത് കട്ടതും ഓടിച്ചൊന്നും അല്ല. പിന്നെ നീ എന്തിനാണ് ഓടിയത്? പട്ടി കടിച്ച് പേള് കേട്ട് നിങ്ങളൊന്ന് ഓടിച്ചിട്ട് കടിക്കാനെ കൊണ്ട് വയ്യ, അതുകൊണ്ടാ ഓടിയത്. ചേട്ടോ, വിശക്കണമെന്ന് പറഞ്ഞിട്ട് കണ്ട വീട്ടിൽ പോയി തെണ്ടിട്ടു പറഞ്ഞു കേട്ടില്ല ശവം. തെണ്ടിയതായാലും ഓടിച്ചാലും നീ തന്നെ നിന്നാ മതി. എന്നാ ഒരു സത്യം പറയട്ടെ, ഇത് തെണ്ടിയതും അല്ല മോട്ടിച്ചതും അല്ല. ഞാൻ ആ വീട്ടിൽ ചെന്നിട്ട് വളരെ ഡിസെൻട്രി ആയിട്ട് ഇത്തിരി ചോറ് തരുമെന്ന് അങ്ങോട്ട് ചോദിച്ചു. പാതിരാക്കൊന്ന് ചോറ് വെക്കാൻ എന്റെ അച്ഛൻ വീടാണോ ചോദിച്ചിട്ട് ഒരുത്തമോട്ട് ഒരു ഒറ്റടി. പിന്നെ എനിക്കങ്ങോട്ട് ഭ്രാന്ത് കയറി. ഞാൻ ഇതങ്ങോട്ട് കാണിച്ചിട്ട് എടുക്കടാ ചോറെന്ന് പറഞ്ഞു. അവൻ ചൂല് പോലെ അകത്ത് പോയി ചോറ് എടുത്തോണ്ട് വന്ന്. അങ്ങനെ നല്ല ബെസ്റ്റ് തെമ്മാടിത്തരം കാണിച്ച് മേടിച്ച് ചോറായത്. പാതിരാത്രി ഒരു വീട്ടിൽ കയറി കത്തി കാണിച്ച് ഭക്ഷണം മേടിക്കണതേ തെമ്മാടിത്തരമല്ല, തെണ്ടിത്തരമാണ്. നല്ല ശുദ്ധ തെണ്ടിത്തരം. അല്ല, ഞാനും ചോദിച്ചോട്ടെ, നീ എന്ന് മുതലാണ് ഇപ്പൊ മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിനുള്ള സന്തോഷവും മേടിക്കുവാനാണ് പുല്ല്. നീ ഇത് കഴിക്കണ്ട. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ട. പട്ടി നീ വേണം പട്ടി. നിർത്തണ പട്ടികളെ. എല്ലേലും ഇത് 3 പേർക്ക് തികത്തില്ല. ഏതായാലും പൊന്നുമോനെ നീ കത്തി കാണിച്ച് ചോറ് മേടിച്ച്. എന്നാ ഇത്തിരി ചതാവിലെ അച്ചാറും കൂടെ മേടിച്ചോട് പോരാൻ മേലായിരുന്നു. അല്ലെങ്കിൽ അപ്പന്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഒരു പുതിയ കലാപരിപാടി. ഒറ്റക്ക് നിന്റെ കൊതി കിട്ടിയതാണ്.